നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റോയ്. 1994 ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. മണിരത്നം സംവിധാനം ചെയ്ത ഇരുവരിലൂടെയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റം. പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു. ഇന്ത്യൻ സിനിമാ രംഗത്തെ താരറാണിയായിരിക്കെയാണ് ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറച്ചത്. എന്നാൽ ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പൊന്നിയിൻ സെൽവനിലൂടെ തിരിച്ചെത്തിയപ്പോൾ വൻ വരവേൽപ്പാണ് ഐശ്വര്യയ്ക്ക് ലഭിച്ചത്. ഇന്ത്യൻ സിനിമാ ലോകം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഐശ്വര്യ റായിയുടെയും അഭിഷേക് ബച്ചന്റെയും. 2007 ഏപ്രിൽ 20-നായിരുന്നു ഇവരുടെ വിവാഹം. ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും 17-ാം വിവാഹ വാർഷികമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. വളരെ ആഘോഷമായിട്ടായിരുന്നു ഐശ്വര്യ അഭിഷേക് വിവാഹം നടന്നത്. വിവാഹത്തിന് പിന്നാലെ ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. വിവാഹത്തിന് ഐശ്വര്യ റായ് ബച്ചൻ ധരിച്ചത് എയ്സ് ഡിസൈനറായ നീത ലുല്ല രൂപകൽപ്പന ചെയ്ത അതിമനോഹരമായ കാഞ്ചീവരം സാരിയായിരുന്നു. എന്നാൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത് 3 വലിയ സോളിറ്റെയറുകൾ ഉൾക്കൊള്ളുന്ന നടിയുടെ അതുല്യമായ മംഗളസൂത്രമായിരുന്നു. ഐശ്വര്യയുടെ മംഗളസൂത്രത്തിന് ഇരട്ടപ്പാളികളുള്ള ചെയിൻ ഉണ്ടായിരുന്നു. കാണാൻ തന്നെ വളരെ മനോഹരമായിരുന്നു അത്. എല്ലാവരുടെയും ശ്രദ്ധ ആദ്യം പതിഞ്ഞത് അതിലായിരുന്നുവെന്ന് പറയാം. 45 ലക്ഷം രൂപ വിലമതിക്കുന്ന താലിമാലയാണ് അഭിഷേക് ഐശ്വര്യയ്ക്ക് ചാർത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ അപ്പോൾ ഈ താലിമാല ആ സമയത്തുള്ളതുപോലെ അല്ല. ഐശ്വര്യ താലിമാറ്റങ്ങൾ വരുത്തി സവിശേഷമായ 3 കല്ലുകൾ പതിപ്പിച്ച മാലയാണ് അഭിഷേക് ഐശ്വര്യയ്ക്ക് ചാർത്തിയത്. 2 ലെയറുകൾ ഒരു ചെയിനും ചേർന്നതായിരുന്നു. ആ വലിയ മാലയല്ല ഇന്ന് താരം കഴുത്തിൽ അണിയുന്നത്. നീളം അല്പം കുറഞ്ഞിട്ടുണ്ട്. 3 കല്ലുകൾ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. 2011 മകൾ ആരാധ്യ ബച്ചൻ ജനിച്ചതിന് ശേഷമാണ് ഐശ്വര്യ തന്റെ മംഗളസൂത്രം കൂടുതൽ ലളിതമാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥ മംഗളസൂത്രത്തിന്റെ സത്ത നഷ്ടപ്പെടാതെ തന്നെ മിനിമലിസ്റ്റിക് എന്തെങ്കിലും തിരഞ്ഞെടുക്കാൻ നടി ആഗ്രഹിച്ചിരുന്നുവെന്നാണ് പറയുന്നത്. മകൾ ജനിച്ചതിന് പിന്നാലെ മാലയുടെ പരിപാലനത്തിന് സമയം തികയാതെ വന്നപ്പോഴാണ് കുറച്ചുകൂടി ലളിതമായ ഡിസൈൻ ഐശ്വര്യ തിരഞ്ഞെടുത്തത്. മകൾ ആരാധ്യയുടെ കാര്യങ്ങളെല്ലാം ഒപ്പം നിന്ന് ചെയ്യുന്ന ആളാണ് ഐശ്വര്യ. ആരാധ്യയുടെ ഒപ്പം തന്നെ ഐശ്വര്യയും ഉണ്ടാവാറുണ്ട്. അതേസമയം നടിയും ഭർത്താവും അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന് അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ്. എന്നാൽ ഇതുവരെയും ഇതേക്കുറിച്ച് താരകുടുംബം പ്രതികരിച്ചിരുന്നില്ല. റിപ്പോർട്ടുകൾ പ്രകാരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇവയെല്ലാം മാറ്റിവെച്ച് ഒരു പരിധിവരെ ഒന്നിച്ചു പോകാൻ ശ്രമിക്കുകയാണ് ബച്ചൻ കുടുംബം. വർഷങ്ങളായി ഗോസിപ്പുകൾ അഭിമുഖീകരിക്കുന്നതിനാൽ ഇവയെ അവഗണിക്കുകയാണ്. അമ്മായിയമ്മ ജയ ബച്ചനും നാത്തൂൻ ശ്വേത ബച്ചനുമായാണ് ഐശ്വര്യയ്ക്ക് തീരെ ഒത്തുപോകാൻ പറ്റാത്തതെന്നാണ് ബോളിവുഡ് മീഡിയകളുടെ റിപ്പോർട്ടുകൾ. ഇതിന് തെളിവുകളും ഇവർ നിരത്തുന്നുണ്ട്. ഭർത്താവിന്റെ കുടുംബത്തെക്കുറിച്ച് പൊതുവേദികളിലൊന്നും ഐശ്വര്യ ഇപ്പോൾ സംസാരിക്കാറില്ല. ഐശ്വര്യ റോയ് പൊന്നിയിൻ സെൽവനിലൂടെ തിരിച്ചു വന്നപ്പോൾ അഭിഷേക് ബച്ചന്റെ കുടുംബവും മൗനത്തിലായിരുന്നു. നടിയുടെ തിരിച്ചുവരവിലെ ആദ്യ സിനിമയെ പ്രശംസിച്ച് പ്രമുഖർ സംസാരിച്ചപ്പോഴും അമിതാഭ് ബച്ചനോ ജയ ബച്ചനോ ശ്വേത ബച്ചനോ ഒന്നും മിണ്ടിയിരുന്നില്ല. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.